നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം മുതൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള വാദങ്ങളെല്ലാം തന്നെ പൊളിയുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് തന്റെ വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആര്യ രാജേന്ദ്രൻ KSRTC ബസ്സിനെ തടയുകയും ഡ്രൈവറുമായി തർക്കത്തിൽ ഏർപ്പെടുകയും തനിക്കെതിരെ അവർ ലൈംഗിക ചേഷ്ടയോടുകൂടി സംസാരിച്ചു, അല്ലെങ്കിൽ അത്തരത്തിൽ ആംഗ്യം കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തർക്കിക്കുന്നതും തട്ടിക്കയറുന്നതും ആ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. ഇതിൽ മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വാഹനം റെഡ് സിഗ്നലിലായപ്പോഴാണ് നിർത്തിയിട്ട് ഇത്തരത്തിൽ ഡ്രൈവറുമായി സംസാരിച്ചത് എന്നായിരുന്നു. മാത്രവുമല്ല, ഓവർടേക്കിംഗ് ചെയ്തു വന്ന് ഫ്രണ്ടിൽ നിർത്തിയല്ല സംസാരിച്ചതെന്നായിരുന്നു. എന്നാൽ സമീപത്തുള്ള ദൃശ്യങ്ങളിൽ നിന്ന് അതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ നിന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തിരക്കുള്ള സമയത്താണ്, മറ്റുള്ള വാഹനങ്ങളെല്ലാം പോകുന്ന സമയത്താണ്, അതായത് ആ സിഗ്നലിൽ നിന്ന് റെഡ് സിഗ്നൽ ആയിരുന്നു എന്നാണ് മേയർ പറഞ്ഞിരുന്നത്. എന്നാൽ റെഡ് സിഗ്നൽ അല്ലായിരുന്നു, കാരണം സമീപത്തുള്ള വാഹനങ്ങളെല്ലാം തന്നെ പോകുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെയാണ് മേയർ വാഹനം നിർത്തി, അതായത് KSRTC വാഹനത്തെ കുറുകെ നിർത്തിക്കൊണ്ടാണ് അവരോട് അതിൽ നിന്ന് ഇറങ്ങി വന്ന ഡ്രൈവറോട് തർക്കിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, മേയർ ആര്യ രാജേന്ദ്രന്റെ സ്വകാര്യ വാഹനം നിർത്തിയിട്ടിരിക്കുന്നത് സീബ്ര ക്രോസിംഗിലാണ്. അതിൽ നിന്നെല്ലാം തന്നെ ട്രാഫിക് നിയമന ലംഘനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളതെല്ലാം തന്നെ വളരെ വ്യക്തമാകും. കഴിഞ്ഞ ദിവസം മുതൽ അല്ലെങ്കിൽ ഇതുവരെ പൂർണ്ണമായും ഡ്രൈവറുടെ ഭാഗത്താണ് തെറ്റ്, തനിക്കെതിരെ സംസാരിച്ചു, അല്ലെങ്കിൽ ഇത്തരത്തിൽ ലൈംഗിക ആക്രമണമാണ് നടന്നത് എന്നുള്ള തരത്തിലെല്ലാം തന്നെ കിടന്ന് മെഴുകുന്ന ദൃശ്യമായിരുന്നു കാണാൻ സാധിച്ചത്. എന്നാൽ ഈ വാദങ്ങളെല്ലാം തള്ളുന്ന, ഡ്രൈവറുടെ ഭാഗത്താണ് ന്യായമെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഡ്രൈവർ നൽകിയ പരാതിയിൽ ഇതുവരെ കേസെടുക്കാനായിട്ട് പോലീസ് തയ്യാറായിട്ടില്ല. എന്നാൽ മേയർ ആര്യ രാജേന്ദ്രൻ നടത്തിയിട്ടുള്ള പരാതിയിലും പരാമർശത്തിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. തിരക്കുള്ള സമയത്താണ് ഇത്തരത്തിൽ പൊതു റോഡിൽ മറ്റുള്ള യാത്രക്കാരെയും അതുപോലെ തന്നെ വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് വാഹനം കുറുകെ നിർത്തിയിരിക്കുന്നത് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. മേയർ ആദ്യം പറഞ്ഞിരുന്നതാണ് സിഗ്നലിൽ റെഡ് ആയപ്പോഴാണ് വാഹനം തടഞ്ഞു നിർത്തി സംസാരിച്ചതെന്ന്. എന്നാൽ റെഡ് സിഗ്നൽ അല്ല, അതും കഴിഞ്ഞ് വാഹനങ്ങൾ, സമീപത്തുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ട്രാഫിക് നിയമവുമാണ് മേയർ തെറ്റിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാകും. കൂടാതെ സീബ്ര ലൈനിലാണ് വാഹനം നിർത്തിയിട്ടുള്ളത്. ഈ വാദങ്ങളെല്ലാം തന്നെ, മേയർ നടത്തിയിട്ടുള്ള വാദങ്ങളെല്ലാം തന്നെ പൊളിയുന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നാൽ ഇതുവരെയും ഈ പരാതിന്മേൽ കേസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, തന്റെ പണി തെറിപ്പിക്കും, നമുക്ക് കാണാം എന്നൊക്കെ തരത്തിലുള്ള ഭീഷണികളാണ് ഡ്രൈവർക്കെതിരെ ഇത്തരത്തിൽ മേയറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള പരാതികളും ഉയരുന്നുണ്ട്. ഏതായാലും ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു KSRTC ഡ്രൈവർക്ക് ഇത്രയേറെ ജനപിന്തുണ, അദ്ദേഹം ഏത് പാർട്ടിയാണോ എന്നൊന്നും ഇവിടെ നോക്കുന്നില്ല, ഇത്രയേറെ ജനപിന്തുണ ഒരു KSRTC ഡ്രൈവർക്ക് കിട്ടുന്നത് ആദ്യമായിട്ടാവും. കാരണം ആ വണ്ടിയിൽ ഒരു വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന എല്ലാ യാത്രക്കാരും ഒരക്ഷരം പോലും KSRTC ഡ്രൈവർക്കെതിരെ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, തങ്ങളുടെ യാത്ര ബുദ്ധിമുട്ടിച്ചതിനെതിരെ KSRTCക്കും കേസ് എടുക്കാവുന്നതാണ്. ഏതായാലും മന്ത്രി ഗണേഷ് കുമാർ അടക്കം പറഞ്ഞത് മേയറുടെ മാത്രം വാദം കേട്ടുകൊണ്ട് കേസ് എടുക്കില്ല, ഡ്രൈവറുടെ വാദവും കേൾക്കട്ടെ, അതിനുശേഷം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഏതായാലും നടപടി എടുക്കുള്ളൂ എന്നാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പാളയത്ത് വെച്ച് ഇത്തരത്തിൽ തിരുവനന്തപുരം മേയറും KSRTC ഡ്രൈവറും തമ്മിൽ നടു റോഡിൽ വാക്കേറ്റമുണ്ടായത്. മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് MLAയും കുടുംബവും സഞ്ചരിച്ച കാറിന് സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലിയായിരുന്നു തർക്കം. പ്ലാമൂട് വെച്ച് ആദ്യം ബസ് കാറിന് ഇടിക്കുന്ന രീതിയിൽ ഓടിച്ചെന്നും പിന്നാലെ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചെന്നാണ് മേയറുടെ പരാതി. ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ KSRTC ഡ്രൈവർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ കാർ ബസ്സിന് കുറുകിയിട്ട് ട്രിപ്പ് മുടക്കിയെന്ന മേയർക്കെതിരെയുള്ള പരാതിയിൽ പോലീസ് ഇതുവരെയും കേസെടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്രയും ആളുകളുടെ യാത്ര മുടക്കി, ഇത്രയും പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു, എന്തുകൊണ്ടാണ് ഇത്രയും നേരമായിട്ടും പോലീസ് മേയർക്കെതിരെ ഒരു അക്ഷരം പോലും അല്ലെങ്കിൽ ഒരു നടപടി പോലും എടുക്കാത്തത് എന്നുള്ളതും ജനങ്ങൾ ഉയർത്തുന്ന ഒരു ചോദ്യമാണ്. ഏതായാലും ഇപ്പോൾ തെളിവുകൾ സഹിതം പുറത്തു വന്ന സ്ഥിതിക്ക് ഉടനടി തന്നെ നടപടി എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായ രീതിയിലാണ് മേയർക്കെതിരെ അല്ലെങ്കിൽ മേയർ ചെയ്തിട്ടുള്ള ഈ പ്രവൃത്തിക്കെതിരെ വിമർശനം ഉയരുന്നത്.